എല്ലാവരും കൂടെ എൻ്റെ സാറ് പറഞ്ഞ് ഞാൻ റോഡ് എൻ്റെ വീട്ടിൽ വന്ന് എല്ലാവരും കൂടെ പ്രശ്നമാണ്. റോഡേ പോകണം, എന്നെ ചീത്ത വിളിച്ച്, എൻ്റെ മക്കളെ വരെ ചീത്ത വിളിച്ച്. കരാറ് ഞാൻ ഇതിൻ്റെ അടുത്തുള്ള കരാറുകാരനാണ്. ഞാൻ നിരന്തരം ഇതിൻ്റെ പ്രശ്നം ഞാൻ ഉത്തരവാദിത്തപ്പെട്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ഈക്കെല്ലാം പരാതി കൊടുത്തു. അവർ വന്നാണ് പരാതി കൊടുത്തിട്ട് ഇതിനകത്തൊരു പരിപാടി അവർ പറയുന്നത് എൻ്റെ കുഴപ്പമാണെന്ന്. ഇപ്പോൾ ഇതാരെ കുഴപ്പമാണ്? 3 ദിവസമായി. അപ്പോൾ സാറ് നോക്കും ഇത് പരിശോധിക്കണം. ഞാൻ ആത്മഹത്യരാക്കൽ കടകം പലിശയ്ക്ക് എടുത്താണ് നിൽക്കുന്നത്. ചത്തിട്ട് നിന്നിട്ട് കാര്യമൊന്നുമില്ല. എനിക്ക് നിൽക്കക്കള്ളിയില്ലാതാണ് ഞാൻ നിൽക്കുന്നത്. 1 രൂപ ബില്ല് പൈസ. ബാലരാമപുരം തേമ്പാമുട്ടം കാറാത്തല പുള്ളിയിൽ റോഡിൽ സാമൂഹ്യ വിരുദ്ധർ മണ്ണെണ്ണ ഒഴിച്ച് റോഡ് നശിപ്പിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം വിനോദ് കോട്ടുകാലിന്റെ ഫണ്ടിൽ നിന്നും അനുവദിച്ച 30 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഈ റോഡ് നിർമ്മിച്ചത്. എന്നാൽ റോഡ് നിർമ്മാണം പൂർത്തിയായി 3 മാസത്തിന് ശേഷം സാമൂഹ്യ വിരുദ്ധർ മണ്ണെണ്ണ ഒഴിച്ച് റോഡ് കേടുവരുത്തുകയായിരുന്നു. തുടർന്ന് എഞ്ചിനീയറിംഗ് വിഭാഗം നടത്തിയ പരിശോധനയിൽ മണ്ണെണ്ണ ഒഴിച്ചാണ് റോഡ് തകർത്തതെന്ന് കണ്ടെത്തുകയും കരാറുകാരനെതിരെ വിജിലൻസ് അന്വേഷണം വരികയും ബില്ലുകൾ തടഞ്ഞുവെക്കുകയും ചെയ്തു. ഇതിനിടയിൽ റോഡ് തകർന്നതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ കരാറുകാരന്റെ വീടിന് മുന്നിൽ പ്രതിഷേധം തീർത്തിരുന്നു. തുടർന്ന് കടം വാങ്ങിയും പലിശയ്ക്കെടുത്തും കരാറുകാരൻ ഏകദേശം 5.5 ലക്ഷം രൂപ ചെലവഴിച്ച് കഴിഞ്ഞ ദിവസം റോഡ് വീണ്ടും റീടാർ ചെയ്തു. എന്നാൽ റീടാർ ചെയ്ത് പിറ്റേ ദിവസം രാത്രി വീണ്ടും മണ്ണെണ്ണ ഒഴിച്ച് റോഡ് നശിപ്പിക്കാൻ ശ്രമിക്കുകയുണ്ടായി. ഇതിൽ പ്രതിഷേധിച്ച് കരാറുകാരൻ റോഡ് ബ്ലോക്ക് ചെയ്ത് തടസ്സപ്പെടുത്തി. വിവരമറിഞ്ഞ് പോലീസും പഞ്ചായത്ത് എഇയും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. പൊതുമുതൽ നശിപ്പിച്ചതിനുമേൽ നഷ്ടപരിഹാരം ഈടാക്കണമെന്നാവശ്യപ്പെട്ട് കരാറുകാരനും പഞ്ചായത്തും ബാലരാമപുരം പോലീസിൽ ഔദ്യോഗികമായി പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രദേശത്തെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കടം വാങ്ങി റോഡ് നിർമ്മിച്ച തനിക്ക് അർഹമായ ബില്ലിലെ തുക ലഭിക്കാത്തതും നിർമ്മിച്ച റോഡുകൾ വീണ്ടും നശിപ്പിക്കപ്പെടുന്നതും തന്നെ ആത്മഹത്യയുടെ വക്കിലെത്തിച്ചിരിക്കുകയാണെന്ന് കരാറുകാരൻ വ്യക്തമാക്കി. ആരാണെന്നുള്ള സാമൂഹ്യ വിരുദ്ധരാണ് ഇതിന് ചെയ്ത് നിലനിൽക്കുന്നത്. നിരന്തരം എന്നെ ഈ കരാറെടുത്ത് എന്നെ നിരന്തരം വീട്ടുനടയിൽ ഈ റോഡ് പണി ചെയ്തില്ലെന്നും പറഞ്ഞ് നാട്ടുകാർ തടഞ്ഞു വയ്ക്കുകയും രണ്ടാമത് പണി ചെയ്യാൻ വന്ന മണിക്കൂറോളം റോഡ് ഉപരോധിക്കുകയും എന്നെ ചെയ്താണ് മനസ്സിലായി പ്രയാസപ്പെടുത്തിയത്. വീണ്ടും ഞാൻ ഈ ഇല്ലാത്ത പൈസ കണ്ടെത്തി 5.5 ലക്ഷം രൂപ എടുത്ത് ഏകദേശം 350 മീറ്റർ റീടാർ വീണ്ടും ചെയ്തത്. വീണ്ടും ഈ റോഡിന് ഈ നിലയിൽ മണ്ണെണ്ണ ഒഴിച്ച് ഈ നിലയിലാക്കിയിട്ടിരിക്കുകയാണ്. അതിന് ബന്ധപ്പെട്ട അധികാരികൾ നടപടിയെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ ശോചനാവസ്ഥയിൽ കിടന്ന റോഡായിരുന്നു കാറാത്തല വെള്ളിക്കുളം റോഡ്. ഏകദേശം ഒരു 3-4 മാസമായിട്ടുണ്ടാവുള്ളൂ അതിന് ടാറിങ്ങും കാര്യങ്ങളും എല്ലാം പൂർത്തിയാക്കിയതിന്. പിന്നെയും ആ ടാർ ഇളകുകയും അതിൽ മണ്ണെണ്ണയുടെ അംശം കണ്ടെത്തിയെന്നുള്ള ആരോപണം ഉണ്ടാവുകയും ചെയ്തു. ഏകദേശം 350 മീറ്ററോളം ടാർ ചെയ്തു. ഏകദേശം അല്ല, വളരെ വ്യക്തമായിട്ട് തന്നെ 350 മീറ്റർ ടാർ ചെയ്യുകയും ഒരു 3-4 ദിവസം അത് ഉണങ്ങാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. പക്ഷേ അതിനുശേഷം വീണ്ടും ഈ ടാറിൽ ആരോ മണ്ണെണ്ണ ഒഴിച്ചതായിട്ട് കണ്ടെത്തുകയും റോഡ് വീണ്ടും പൊട്ടിപ്പൊഴിയുന്ന അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ഇതിനെതിരെ വളരെ ശക്തമായി വിജിലൻസ് അന്വേഷണം ഉണ്ടാവണമെന്നാണ് നാട്ടുകാരായി നമ്മളെല്ലാവരും, അതായത് വാർഡ് മെമ്പർ ഉൾപ്പെടെ നാട്ടുകാരായി എല്ലാവരും അപേക്ഷിക്കുന്നത്. GTV ന്യൂസ് ബാലരാമപുരം.